ഹായ് ഹലോ നമസ്കാരം. അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2-3 ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. രാവിലെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ ആയി പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊക്കെ അടച്ചതല്ലേ, അപ്പോൾ ഇപ്പോൾ രാവിലെ വലിയ തിരക്കൊന്നുമില്ല. അപ്പം ഞാൻ രാവിലെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. പുട്ടിക്ക് അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കണില്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ ഉച്ചത്തേക്കും രാവിലത്തേക്കും കൂടെ ഒരു കറി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. ഇവിടെ ചെറുപഴം ഇരിപ്പുണ്ടായിരുന്നു, അപ്പം അത് മതി എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ കറിയില്ലാതെ പുട്ട് കഴിക്കാൻ വലിയ സുഖമൊന്നുമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു കറി, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കറി വേണം കേട്ടോ. കുട്ടികൾക്ക് പിന്നെ പഞ്ചസാര അങ്ങനെ എന്തെങ്കിലും മതി. പിന്നെ അനുമോൾ ഇല്ലാത്ത ദിവസമാണ് കേട്ടോ. അനുമോൾ വീട്ടിൽ പോയിട്ടുണ്ടാകുന്ന ആ ഒരു ദിവസമാണ്. പൊന്നു പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് കഴിക്കും. പൊന്നു ആദ്യത്തെ ട്രിപ്പ് പുട്ടായി കഴിഞ്ഞപ്പോൾ തന്നെ അവന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ പഞ്ചസാര കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ കറി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് രാവിലെ തന്നെ പന്ത് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം ചായ കുടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ ആദ്യം എന്തായാലും അജ്മിയുടെ പുട്ടുപൊടിയാണ് കേട്ടോ ഞാൻ ഇവിടെ വാങ്ങിക്കാറുള്ളത്. പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. വെള്ളം ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് പൊടിയിലിട്ടത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ ഞാൻ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അനുമോൾ ഉണ്ടാകുമ്പോൾ പിന്നെ രാവിലെ എന്തെങ്കിലും ചായക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൾ ഒരു 10 മണി 11 മണി ആ സമയമൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കും. പിന്നെ ഉച്ചയ്ക്കും കഴിക്കും. അങ്ങനെ വൈകുന്നേരം വരെ അവൾക്ക് ചായക്കുള്ള ആ ഒരു പലഹാരം കിട്ടിയാൽ മതി കേട്ടോ. പൊന്നിന് പിന്നെ അങ്ങനെയില്ല. അവൻ രാവിലെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ അങ്ങനെയൊന്നും കഴിക്കില്ല കേട്ടോ. എപ്പോഴെങ്കിലും തോന്നിയാൽ മാത്രം കഴിക്കും. അപ്പം അത് എഴുതിയിട്ട് ഞാൻ രാവിലേക്ക് പ്രത്യേകിച്ച് കടലക്കറി ആയിട്ടൊന്നും ഉണ്ടാക്കിയില്ല. ഉച്ചയ്ക്കത്തിനും കൂടിയിട്ടുള്ള കറി ഉണ്ടാക്കാമെന്ന് എഴുതി. അങ്ങനെ ആകുമ്പോൾ 2 നേരത്തിന് മുമ്പാടെ 2 നേരത്തിന് ഒരു ദിവസത്തിന് അങ്ങനെ എടുക്കാമല്ലോ. മടിയുള്ള ആ ഒരു ദിവസങ്ങളിലൊക്കെ ഉള്ളൂ കേട്ടോ രാവിലത്തെ കറി. പിന്നെ ഉച്ചയ്ക്കത്തിനൊക്കെ ചിലപ്പോൾ കൂട്ടുക. അധികം അങ്ങനെ രാവിലത്തെ ആ ഒരു കറി ഉച്ചയ്ക്ക് അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഞാനും ഇതിനു മുന്നേ ഗ്രീൻ പീസ് വെച്ച ആ ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് ആ ഒരു കറിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് കറിയൊന്നും വേറെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയൊന്നും ഉച്ചയ്ക്കൊന്നും അങ്ങനെയൊന്നും കഴിക്കാറില്ല കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ഡെയിലി ഞാൻ കറിയൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ എന്താ വെച്ചാൽ തേങ്ങ ഇല്ല. തേങ്ങയൊക്കെ ഇപ്പോൾ വാങ്ങിച്ചിട്ട് വേണം. തേങ്ങയ്ക്കൊക്കെ ഇപ്പോൾ നല്ല വിലയല്ലേ. അല്ലെങ്കിൽ വീട്ടിൽ തെങ്ങിലത്തെ ആ ഒരു തേങ്ങ ഇട്ടതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസം അതുണ്ടായിരുന്നു. പിന്നെ പാടത്ത് നിന്നിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒക്കെ വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങനെ ഇടയ്ക്ക് കറി അങ്ങനെയൊക്കെ ആക്കും. ഇപ്പോൾ കറി ഉണ്ടാക്കിയെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കിഴങ്ങ്, തക്കാളി, ഇതെല്ലാം മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ആദ്യം കുക്കറിലാക്കി വേവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് തേങ്ങ ഒന്ന് വറുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതിലേക്ക് ചെറിയുള്ളിയും ചെറിയ ജീരകം ഇട്ടിട്ട് പിന്നെ തേങ്ങ ഇട്ടു. പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അങ്ങനെ അരച്ചെടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ കറി രാവിലേക്ക് ഉച്ചയ്ക്കത്തിനും കൂടി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഞാൻ പൊന്നു വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് രാവിലെ തന്നെ. അവനിവിടെ കളിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഇവിടെ ഏട്ടൻ്റെ കുട്ടികൾ അവരൊക്കെ വിരുന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടൻ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചോറൊക്കെ വെക്കണം. ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം കറിയായി കഴിഞ്ഞു. പിന്നെ പുറത്ത് കൂടെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ ഞാൻ. അപ്പം നമ്മുടെ പൂച്ചക്കുട്ടന്മാരൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവരിങ്ങനെ പകൽ ഫുള്ളും തൊടിയിൽ ഇങ്ങനെ നല്ല കളിയാണ് കേട്ടോ. അവർ മരത്തിലൊക്കെ കയറിയിട്ട് നല്ല കളിയാവും. അപ്പോൾ ഞാനും പുറത്തേക്ക് ഇങ്ങനെ തൊടിക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കണ്ടോ മരത്തിലൊക്കെ കയറിയിട്ടാണ്. നല്ല ഉയരത്തിലൊക്കെ കയറും കേട്ടോ. ഇതിപ്പോൾ ഒരു കുഞ്ഞു മരമാണ്. എൻ്റെ അപ്പുറത്തെ സൈഡിൽ പുളിമരമൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ കയറും അവർ. അമ്മപ്പൂച്ചയും കളിക്കാൻ കൂടും കേട്ടോ അവരുടെ കൂടെ. അങ്ങനെ
കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. പിന്നെ ഞാൻ മഞ്ഞൾ പറിക്കണം കരുതിയിട്ട് വന്നതാണ് കേട്ടോ തൊടിക്ക്. എന്താ എൻ്റെ മുഖത്ത് ഇപ്പം മുഖക്കുരുവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഉണ്ടാകുമ്പോൾ മഞ്ഞൾ തേക്കാറാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ തേക്കുമ്പോൾ എനിക്കത് കുരുക്കളൊക്കെ അങ്ങനെ മാറിക്കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം മഞ്ഞൾ ആദ്യമൊക്കെ ഈ ഒരു തൊടിയിൽ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. മഞ്ഞളും കൂവയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. പന്നിയൊക്കെ ഇങ്ങനെ നശിപ്പിച്ചിട്ട് കൂവയൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ പന്നികളൊക്കെ വന്നിട്ട് ഇങ്ങനെ നശിപ്പിച്ചിട്ട് ഇപ്പോൾ കൂവയൊന്നും അധികമില്ല. മഞ്ഞൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ ഇതുണ്ട് കേട്ടോ. അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുറേ സ്ഥലത്തൊന്ന് കളച്ച് നോക്കിയിട്ട് ഒരു സൈഡിലൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ അവിടെ ഒന്നുമില്ല. പിന്നെ വഴിയുടെ ആ ഒരു ഭാഗത്തുനിന്ന് കിട്ടിയിട്ടോ കുറച്ച്. അപ്പം പൊന്നൂന് രാവിലെ തന്നെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏട്ടന് കുറച്ച് നേരം പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അവന് രാവിലെ തന്നെ പോയേ പറ്റൂ, ഇവിടെ ആരുമില്ല, കളിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു ഉച്ചയ്ക്ക് വരുമ്പോൾ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനെ പറഞ്ഞ് അങ്ങനെ നിർത്തിയിരുന്നു കേട്ടോ. അവൻ എൻ്റെ മോള് പോകണ ആ ഒരു ടൈമിൽ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അവൻ പോകണില്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അപ്പോൾ തൊടിയിൽ സീതപ്പഴത്തിൻ്റെ ആ ഒരു മരമാണ്, അതിൽ നിറയെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ മുന്നിലായിട്ടുള്ള ആ ഒരു പ്ലാവിൻ്റെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു സീതപ്പഴത്തിൻ്റെ മരം, അതിലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് തൊടിയിലുള്ള നെല്ലിമരമാണ്, അതിൽ നെല്ലിക്കകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ വീഴണൊക്കെ ഉണ്ട്. അതിങ്ങനെ നിലത്തൊക്കെ വീഴുമ്പോൾ ഇങ്ങനെ എടുക്കും. കുട്ടികളെടുത്ത് കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഞാനങ്ങനെ അത് പെറുക്കാറൊന്നുമില്ല. അപ്പം തൊടിക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഇതങ്ങനെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല കുഞ്ഞിതാകുമ്പോൾ ഒരു കയപ്പാണ്. ഇപ്പോൾ ഇത് കഴിക്കാൻ ഒരു മധുരമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാവിൻ്റെ സൈഡിലായിട്ടൊരു സീതപ്പഴത്തിൻ്റെ മരം കണ്ടോ, അതിലും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കമ്പ അങ്ങനെ മുറിഞ്ഞ് വീണുണ്ട്. അത് കുട്ടികൾ കളിച്ചിട്ടാണ് തോന്നുന്നു. അതിലും ഉണ്ടായിരുന്നു നിറയെ. ഇപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ഇതിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചൊക്കെ മൂത്ത് കഴിയുമ്പോൾ കുട്ടികൾ അതങ്ങനെ പറിച്ചിട്ട് അരിയൊക്കെ ഇട്ടേക്കിനെ ആ ഒരു ബക്കറ്റിൽ കൊണ്ടുവന്ന് വെക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങനെ പഴുത്തിട്ട് എടുത്ത് കഴിക്കാറുണ്ട്. അങ്ങനെ പിന്നെ ചക്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചക്ക കുറേ മുന്നേ ഫസ്റ്റായിട്ട് ഉണ്ടായ ചക്കയാണ് കേട്ടോ. അത് മൂത്ത് വരാറായിട്ടുണ്ട്. പിന്നെ ഞാൻ മഞ്ഞൾ അവിടെ ഒരു വഴിയുടെ ഒരു സൈഡിൽ ഇങ്ങനെ കണ്ടു. അത് ഞാൻ പറിച്ചു കേട്ടോ. അപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലോണം ഉണ്ടായിരുന്നു. മഞ്ഞളൊക്കെ ഉണക്കി പൊടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതിന് മാത്രമൊന്നുമില്ല, ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മുറ്റടിച്ചു വാരലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഏട്ടൻ വന്നപ്പോൾ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറൊന്നും വെച്ചില്ല. വൈകുന്നേരത്തേക്കുള്ള ചോറൊക്കെ വെക്കാമെന്ന് കരുതി. പിന്നെ പൊന്നു അവന് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബൂട്ടൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ പോയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അവൻ്റെ പുതിയ ബൂട്ടാണ് കേട്ടോ. അപ്പോൾ അവനതിനൊക്കെ കുളിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്